ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്, എൻ്റെ അഭിനയം നല്ലതാണ്, എൻ്റെ വീട്ടിലെ ചേച്ചിയെ പോലെ അയലോക്കത്തെ ചേച്ചിയെ പോലെ പിന്നെ കുറേ കൂട്ടുകാർ കൂടി വിളിച്ച്, അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്, സിനിമപ്പാണ് അല്ലേ. അപ്പം ഇനിയുമുണ്ട് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് മക്കളുണ്ട്. അപ്പം ബിബിൻ പ്രോട്ടോകോൾ പ്രകാരം കറക്റ്റാണ്, അതൊന്നുമില്ലല്ലേ? ഓക്കെ, എന്തായാലും വിനീത് സാറുള്ളപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഈ പുറകിൽ സംസാരിക്കുന്നവർക്ക് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവോ? എനിക്ക് മനസ്സിലായി, കാരണം കുറെ പേര് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ചെറിയ കാര്യത്തിൽ സംസാരിക്കുന്നത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മളിവിടെ വന്നത് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനാണല്ലോ, അതിന്റെ പേരിൽ നല്ലൊരു കയ്യടി പുറകിൽ തന്നെ ആദ്യം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരിപ്പുണ്ട്. കൈവോക്കി അമ്മച്ചി, അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഭാര്യ മോളുണ്ട്, അതെടുത്ത് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു, എന്തിനാണ് പറയുന്നത്? ഓക്കെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ്. വിനീത് സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചതിന്. വേറൊന്നുമല്ല, കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ. വിനീത് സാറിനോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനീത് സാറിന്റെ പടങ്ങൾ കാണുമ്പോ, വിനീത് സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനീത് സാർ. അതിനു മുമ്പ് കൈയടിക്കുന്നത് നല്ല കൈയടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനീത് സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിൽ ഒരു ചെറിയ വേഷം പോലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്ക് 19ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷെ എനിക്ക് അന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്, അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ, കറക്റ്റ്. അപ്പോ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിനി അടുത്ത 40 ദീപക്ക് തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമ്മൾ തീർത്തേക്ക് സാറേ, ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തോർത്ത് വെച്ചിട്ട് പുതച്ച് ഉറപ്പിച്ചേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയാണ്, അതൊക്കെ എന്താണ് ചക്കവീണ് മുയില് ചവന്ന പോലെ സംഭവിക്കും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്നെ വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവര്, ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവര്,